മാന്യ പ്രേക്ഷകർക്ക് മ്യൂസിക്കൽ വൈഫിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബിനി ചേച്ചി സ്വാഗതം. രഞ്ജിനി ചേച്ചി സ്വാഗതം. പിന്നെ നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഗ്രേറ്റ് സിംഗേഴ്സ് മ്യൂസിക്കൽ വൈഫ്സ് വെൽക്കം. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. അടുത്ത റൗണ്ടിൽ പാടാൻ വരുന്നത് അർച്ചനയാണ്. അർച്ചന ഏത് റൗണ്ട്? പവർ ബീറ്റ്സ് റൗണ്ടിലാണ് അർച്ചന വരുന്നത്. അപ്പൊ അർച്ചന പൊൻകുടം ആടിവരും മന്ത്രക്കുടം ആൾത്തറമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കുടം ആറ്റുനൂറ്റി നമ്മെ ഞങ്ങൾ നേർച്ചവെക്കും അമ്മക്കുടം അമ്മയ്ക്കൊരു പൊന്നുംകുടം ആടിവരും മന്ത്രക്കുടം ആൾത്തറമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കുടം ആറ്റുനൂറ്റി നമ്മെ ഞങ്ങൾ നേർച്ചവെക്കും അമ്മക്കുടം സൂര്യചന്ദ്രനോ ഒരു പൊന്നുംകുടം ആടിവരും മന്ത്രക്കുടം ആൾത്തറമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കുടം ആറ്റുനൂറ്റി നമ്മെ ഞങ്ങൾ നേർച്ചവെക്കും അമ്മക്കുടം ഒരു പൊന്നുംകുടം ആടിവരും മന്ത്രക്കുടം ആൾത്തറമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കുടം ആറ്റുനൂറ്റി നമ്മെ ഞങ്ങൾ നേർച്ചവെക്കും അമ്മക്കുടം ഒരു പൊന്നുംകുടം ആടിവരും മന്ത്രക്കുടം ആൾത്തറമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കുടം ആറ്റുനൂറ്റി നമ്മെ ഞങ്ങൾ നേർച്ചവെക്കും അമ്മക്കുടം സൂര്യചന്ദ്രനോ പൂവിട്ടു പൂവിട്ടു പൂജിച്ചതാണേ ചെത്തിമുല്ല ചെമ്പരത്തി മാലയും ചാർത്തി മഞ്ഞൾ ചന്ത കുങ്കുമവും നെറ്റിയിന്മേലയ്യ അഞ്ജനവും ചന്ദനവും ചന്തമോടെ ചാർത്തിയിട്ട് നിന്റെ തിടം വീട്ടി ഞങ്ങൾ പാടും
മീനാക്ഷിക്ക് ഒരു സോഡ കൊണ്ട് കൊടുക്കും. അല്ല ശരിക്കും പറഞ്ഞാ നിങ്ങളുടെ എല്ലാവരുടെയും പകുതി മാർക്ക് ഇവർക്ക് പോകാൻ പോകട്ടോ ഇനി. ഡെയിനും മീനാക്ഷി അവര് എത്ര രസമായിട്ടാണ് അത് മനോധർമ്മം കളിക്കുന്നത്. അല്ല ഡെയിന് എന്ത് നല്ല താളമാണ്. ഒരു താളം ഇത് കളിച്ചു. അതെ ചേച്ചി അത് ഓഫല്ല, എന്റെ താളം തെറ്റിപ്പോയത്. ഓഫാണ്. പക്ഷെ മീനാക്ഷി എന്ത് പറയണം, മീനാക്ഷി തകർത്തു പറയാം. മീനാക്ഷി ഒരു പാവക്കുട്ടി, ഒരു ഡോളിന് കീ കൊടുത്തു വിട്ട് പറയാ ആ ഡോൾ ഇന്ത്യൻ ഡാൻസ് കളിച്ച് എങ്ങനെ ഇരിക്കും. കീ എവിടെയാണെന്ന് തപ്പി നടക്കണേ, തിരിച്ചു വഴി തെറ്റിച്ചിട്ടൂടെ. പക്ഷെ ഡെയിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, എന്ത് സ്റ്റെപ്പ് ചെയ്തു വന്ന അവസാനം അത് ഞാൻ പറയാനിരിക്കും. പക്ഷെ അത് ഡെയിന്റെ ഏറ്റവും ക്യൂട്ട് ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഞങ്ങൾ കഥച്ചു. അതെ, കുറച്ചു നിങ്ങൾ സംസാരിക്കും. ശരി, ബിന്നി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? അർച്ചന ആക്ച്വലി നല്ല സെലക്ഷൻ, നല്ല ഓളമൊക്കെ സൃഷ്ടിച്ചു. പക്ഷെ ഇതിൽ മൊത്തത്തിലുടനീളം ഒരു ശ്രുതി പ്രോബ്ലം ആയിരുന്നു. ഒരു ലൈനിന്റെ തന്നെ ഒരു ഹാഫ് ശരിയായി, അടുത്ത ഹാഫ് ശരിയാവുന്നില്ല. മേ ബി പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് മേലെയുള്ള ആ 1000 കൈകൾ പോവുന്നീരും എന്നുള്ളത് അത് ഹൈല് പാടുന്നത് കൊണ്ടായിരിക്കാം. ആ ഒരു ചില സിലബിൾസ്, ചില വേർഡ്സ് എല്ലാം മേലെ പാടുമ്പോഴത്തേക്കും ഒരു നമുക്ക് അതിലേക്ക് കറക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല. പക്ഷെ അതിന്റെ കൂടെ ശ്രുതി പോകലും ഇപ്പൊ ഇതിൽ മുഴുവൻ ഞാൻ പറയുന്നില്ല. ഇപ്പൊ അനുപല്ലവിയും ചരണവും എല്ലാം സ്റ്റാർട്ടിങ് തൊട്ട് ദേവി നിന്നെ ചാർത്തേക്കാൻ, അത് അടുത്ത ലൈൻ ശരിയാവും, ഉടനെ കാവിലമ്മയ്ക്കുന്നല്ലോ വീണ്ടും പോയി, പോകും വരും പോകും വരും പോകും വരും, പോകും കിട്ടും KP. നമ്മളൊരു പാട്ട് ഇങ്ങനെ ഒരു ലൈൻ ആസ്വദിക്കുകയാണ് ശരിക്കും, നല്ല രസമായിട്ട് പാടി തുടങ്ങുന്നത്. പക്ഷെ അടുത്ത ലൈനിൽ അവനങ്ങട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ പിച്ചിങ്ങിലുണ്ട്. അടിപൊളി പാട്ടായിക്കോട്ടെ, അടിപൊളി പാട്ടൊക്കെ ആണെങ്കിലും നമുക്ക് പിച്ചുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണ്. അതിൻ്റെ ആ ഒരു ലയം എല്ലാത്തിലും ബേസിക് ലയമാണ് കേട്ടോ. പാടുമ്പോൾ താളവും വേണം, ശ്രുതിയും വേണം. അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളൂ, അന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടാ. ഇത്രേ പറയാനുള്ളൂ. കാരണം ഇതിന്റെ ഓരോ ഇതും എടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മൊത്തത്തിൽ ആ ഒരു സംഭവം അനുപല്ലവി ചരണം അത്രയും ഒരു ലക്ഷ്യമില്ലായിരുന്നു. കൂടുതൽ അതൊന്നും പറയുന്നില്ല. ഓക്കെ, പക്ഷെ കാണാൻ സുന്ദരി ചക്കര കുട്ടിയായിട്ടുണ്ട്, നല്ല ഇതുണ്ട്. ലാസ്റ്റ് ഇവരുടെ കൂടെയൊക്കെ അങ്ങ് ഓളമായിട്ട് നല്ലോണം കൂടി. പക്ഷെ പാട്ടിന്റെ കാര്യം ഇങ്ങനെ. ഓൾ ദി ബെസ്റ്റ് അർച്ചന. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഫീലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അടുത്ത റൗണ്ടിൽ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നം, എനിക്ക് എപ്പോഴും ഒരു പേടി ഇങ്ങനെ പേടിയുണ്ടോ? എപ്പോഴും ഉണ്ട്. അത് എപ്പോ പാടാൻ കയറി ചില സമയത്ത് ഇത് റിപ്പീറ്റ് ചെയ്ത് ചിലര് പറയുന്നത് സെന്റിമെന്റ്സിന് വേണ്ടി പറയുന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞല്ലേ ഇത്രയും പേർപ്പെട്ട SPB സാറ് പറയാറുണ്ട്, പാടുന്നതിന് മുമ്പ് സ്റ്റേജ് കയറുമ്പോ ഒരു പട്ടാമ്പൂച്ചി നെഞ്ചിക്കൂടെ ഓടി നടക്കുന്നു എന്ന് പറഞ്ഞാല് എത്ര വലിയ മഹാൻ, എത്ര വലിയ ആൾക്കാരാണേലും സ്റ്റേജ് കാണുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും ഒരു പേടിയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ. ഒരു ചെറിയ സ്റ്റേജിൽ ഒരു ഡസ്റ്റ് മതി, നമ്മുടെ കംപ്ലീറ്റ് ഇത്രയും വലിയ ദേഹമുള്ള ഒരാനയ്ക്കൊരു ഉറുമ്പ് മതി. ആനയുടെ തുമ്പിക്കയിൽ ഒരു ഉറുമ്പ് കയറിയ ഇത്രയും വലിയ ജീവിയല്ലേ, ആ ഉറുമ്പ് എന്തൊരു കോമഡിയാടാ നീ. അല്ല നീയാണ് കോമഡി, നിനക്ക് കോമഡി ഉണ്ടെന്നല്ല പറഞ്ഞത്. അർച്ചന സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അമ്മയ്ക്കൊരു പൊന്നുംകുടത്തിൽ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ പാട്ട് നല്ല ഉശിരോടുകൂടി പാടണം. ഞാൻ ഒരാളുടെ എക്സാമ്പിൾ പറയാം. റിമി സ്റ്റേജിൽ ഈ പാട്ട് പാടുന്ന കേൾക്കണം. അമ്മയ്ക്കൊരു പൊന്നുംകുടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചങ്ങ് വരിക. അങ്ങനെ പാടിയാൽ പല സംഭവങ്ങളും എത്തും. കാരണം ഈ ഒതുക്കി പാടി ഹസ്കി അല്ല ഇതിന് വേണ്ടേ, ഓപ്പൺ ആയിട്ട് പാടുക. അപ്പൊ എത്തേണ്ട അടുത്ത സംഭവങ്ങൾ എത്തും. ഫാസ്റ്റ് സോങ്സ് അങ്ങനെയാണ്, ഇടിച്ചു പാടണം. ഇടിച്ചു പാടുമ്പോ എന്നാ ഒച്ചയും വരും, എത്തേണ്ട നോട്ട്സും എത്തും. വെള്ളിയൊന്നും പോവില്ല. വെള്ളിയൊന്നും പോവില്ല. വെള്ളിയല്ല പ്ലാറ്റിനം വരെ വീഴും. പക്ഷെ ദയവ് ചെയ്ത് അവനവന്റെ തൊണ്ടയ്ക്ക് അവനവന്റെ റേഞ്ചിന് പറ്റിയ രീതിയിലുള്ള സ്കെയിൽ എടുക്കുക. ഒന്ന് ഫുൾ വോൾട്ടേജില് അമ്മയ്ക്കൊരു പൊന്നും കൂടം ആടി വരും മന്ത്രക്കൂടം ആൽത്തറമേലമ്മേ ഞങ്ങൾ ആഴ്ചവയ്ക്കും അമ്മക്കൂടം. അങ്ങനെ പാടും. അമ്മയ്ക്കൊരു പൊന്നും കൂടം ആടി വരും മന്ത്രക്കൂടം ആൽത്തറമേലമ്മേ ഞങ്ങൾ
കാഴ്ചവെക്കും അമ്മക്കൂടം. ആറ്റുനോറ്റിനമ്മേ ഞങ്ങൾ നേർച്ച വയ്ക്കും അമ്മക്കൂടം. അമ്മയ്ക്കൊരു പൊന്നും കൂടം, ആടി വരും മന്ത്രക്കൂടം. ആൽത്തറമേലമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കൂടം. ആറ്റുനോറ്റിനമ്മേ ഞങ്ങൾ നേർച്ച വയ്ക്കും അമ്മക്കൂടം. സൂര്യചന്ദ്രനോ സൂര്യചന്ദ്രനോ പൂവിട്ട് പൂവിട്ട് പൂജിച്ചതാണേ. ചെത്തിമുല്ല ചെമ്പരത്തി മാല ചാർത്തി മഞ്ഞ ചന്ത കുങ്കുമവും നെറ്റിയിലയ്യ. അഞ്ജനവും ചന്ദനവും ചന്തമോടെ ചാർത്തിയിട്ടേ നിന്റെ തിടമേറ്റി ഞങ്ങൾ പാടുന്നേ പാടി വന്നേ. അമ്മയ്ക്കൊരു പൊന്നും കൂടം, ആടി വരും മന്ത്രക്കൂടം. ആൽത്തറമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കൂടം. ആറ്റുനോറ്റിനമ്മേ ഞങ്ങൾ നേർച്ച വയ്ക്കും അമ്മക്കൂടം. അമ്മയ്ക്കൊരു പൊന്നും കൂടം, ആടി വരും മന്ത്രക്കൂടം. അമ്മയ്ക്കൊരു പൊന്നും കൂടം, ആടി വരും മന്ത്രക്കൂടം. ഇതെത്ര ബെറ്റർ അതാ ആയിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ലാസ്റ്റത്തെ സംഗതി പാടുന്നേ പാടി വന്നേ എന്നുള്ളത് കുറച്ച് എക്സാജറേറ്റ് ആയിട്ട് പാടാ. പാടുന്നേ പാടി വന്നേ, ഇതല്ല പാടുന്നേ പാടി വന്നേ അന്നൊരു അങ്ങനെ അടിച്ചിടിച്ചിടിച്ച് പാടുമ്പോഴുണ്ടല്ലോ ആ നോട്ടും വീഴും, ആ പാട്ടിനൊരു ജസ്റ്റിസ് ഉണ്ടാവും. സുചേച്ചിയല്ലേ പാടിയേക്കണേ, എക്സ്പ്രഷനും എല്ലാം കൂടെ ഒന്നിച്ച് വിളയാടിയ ഒരു പാട്ടാണ്. അസൽ ഒരു സെലക്ഷൻ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അല്ല, ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താ? ഈ പാട്ട് ശരിക്കും ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാളുണ്ട്, ആൾക്ക് വേണ്ടി ഞാൻ പാടിയ പാട്ടാണിത്. ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വള്ളിയാങ്കാവിലമ്മ എന്ന് പറയും. എനിക്കെപ്പോ വന്നാലും ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണെങ്കിലും എത്ര സങ്കടം ഉണ്ടെങ്കിലും പറയുന്ന ഒരാളാണ്. എൻ്റെ ഏട്ടനെ പോലെ തന്നെ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ആളുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. അപ്പം അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ഈ ഫ്ലോറിൽ ഒരു പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കറിയാം ഈ പാട്ട് റേഞ്ച് ഭയങ്കര ഉണ്ട്, പക്ഷെ എനിക്ക് ആൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയേ പറ്റുമെന്ന് എനിക്ക് ഇതായിരുന്നു. അപ്പൊ ആ അമ്പലത്തിലുള്ളവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് പാട്ട് കേൾക്കാനായിട്ട്. അവിടെ അതെ, അവിടെ ചെല്ലുമ്പോഴൊക്കെ എല്ലാരും ചോദിക്കും അടുത്ത പാട്ട് എന്ത് ചെയ്യും. ബിനി ചേച്ചി എല്ലാരെയും തിരക്കും. അതെ, അപ്പൊ എല്ലാവർക്കും ഒരു നമസ്കാരം. ഒരു നമസ്കാരം എന്റെ വക. എന്നെയും തിരക്കണം. ഞങ്ങളൊക്കെ തിരക്കണം, ഞങ്ങൾക്കൊന്നും തിരക്കില്ല. തിരക്ക് കിട്ടും നിനക്ക്. അതെ, തിരക്കാം. കൊറേ നാളായത് തിരക്ക് കിട്ടുന്നു. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് അറിയാം. ഓക്കെ, അപ്പൊ ഗ്രൂമേഴ്സ് നമ്മുടെ ജഡ്ജസിനെ നിങ്ങളുടെ മാർക്ക് അറിയിച്ചോളൂ. അർച്ചനയുടെ മാർക്ക് ഔട്ട് ഓഫ് 100 91. അർച്ചന 91 മാർക്സ് ആണ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. മോശം മാർക്കല്ല, പക്ഷേ നെക്സ്റ്റ് റൗണ്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം. അതെ, അപ്പൊ നമുക്ക് എന്തായാലും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഇനി നമ്മൾ അടുത്ത കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാണ്. അതെ, മ്യൂസിക്കൽ വൈഫ് ഇതാണല്ലോ വൈബ്. അതെ, അപ്പോ റൊമാൻറ്റിക് വൈബ്സ് ആവാം. കലക്കി പെർഫോം ചെയ്യാനെത്തുന്നു അർഷിത.
നിറഞ്ഞു കാനക്കുയിൽ പാടും കാവിൽ കനകമുന്തിരി തളിരണിഞ്ഞു കാടെല്ലാം പൂത്തു കണ്ണിൽ പുലരി അഴക് നിറഞ്ഞു കാനക്കുയിൽ പാടും കാവിൽ കനകമുന്തിരി തളിരണിഞ്ഞു അലക്കിയ പൊൻവെയിലുണ്ടോ എനിക്കും ആ വെളുത്തമുണ്ടൊടുക്കുവാൻ തരം വരില്ലേ കുളിക്കാൻ ഇന്നും ഞാൻ ഈ പുഴകപ്പുഴതും പടവിറങ്ങും തനിച്ചാകിലും എനിക്കായൊരു മഴപ്പാട്ടിവൾ കരുതി വയ്ക്കും മായം ചൊല്ലും മൈനെ നമ്മുടെ മരൻ കണ്ട നിന്നെ നേരെല്ലാം ചൊല്ലാം നീ എന്നരികിലണയും ഒരു ദിവസം മരിക്കാറ്റ് മുത്തും കാട്ടുമുളയിൽ ഒഴുകും ഒരു വിരഹം നേരെല്ലാം ചൊല്ലാം നീ എന്നരികിലണയും ഒരു ദിവസം മരിക്കാറ്റ് മുത്തും കാട്ടുമുളയിൽ ഒഴുകും ഒരു വിരഹം തളിക്കാൻ പനി നീരുണ്ടോ നിറയ്ക്കുവാൻ എനിക്ക് നിൻ മനസ്സിലെ കുടം വരില്ലേ മറക്കാൻ വയ്യാതെ എൻ മിഴികൾ നിറയും സന്ധ്യകളിൽ നിനക്കായി എന്റെ കിളിക്കൂട്ടിലെ വനശാരിക ചിറകടിക്കുന്നു മായം ചൊല്ലും മൈനെ നമ്മുടെ മാരൻ കണ്ട നിന്നെ നീയൊരു കാര്യമാ കള്ളനോട് ചൊല്ലണം ഊരും പേരും വേണം നല്ലൊരു നാളും പക്കവും വേണം നമ്മുടെ കൂടെ അവൻ നാട് ചുറ്റാൻ പോരണം പാടുന്നു നമ്മൾ സ്വയം മറന്നു മറന്ന് തേടുന്നു മാനം പൊങ്ങി പറന്നു പറന്ന് അറിയാത്തൊരു മറുകൊള്ളതു മറിയാൻ വരും അവനിത് വഴി മായം ചൊല്ലും മൈനെ നമ്മുടെ മരൻ കണ്ടു നിന്നെ താരളമായിതാ ഇതാ വരികയായിനാവുകൾ ഇതാരത്? ഞാനോർത്ത് ഏതോ ഒരു മറ്റേ അറബി സോങ് ഒക്കെ പാടാൻ വിചാരിക്കുന്നത്. ഞാൻ ഓർത്തു അലാഡിന്റെ മറ്റേ എന്തോ പാട്ടാണ് പാടാൻ വരണേ സത്യം ഞാനും അങ്ങനെ വിചാരിച്ചോട്ടോ. ഞാൻ ഓർത്തു ഇപ്പൊ അലാദിൻ. അലാവുദ്ദീൻ മതിയാ ഓക്കെ, ഈ പാട്ടിനെ കുറിച്ച് കേൾക്കാൻ രഞ്ജിത ചേച്ചി. പക്ഷെ എന്തായാലും കൊള്ളാം, നല്ല രസം. ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് എടുത്തതിനും രവീന്ദ്ര മാസ്റ്ററിന്റെ പാട്ടുകൾ ചിലതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഒരു എന്താ പറയാ ഹാപ്പി ഗോ ലക്കി സോങ് പോലത്തെ ഒരു സംഭവം. പക്ഷെ ഒരു പ്രേതപ്പാട്ടാണ്, പ്രേതമാണ് പാടുന്നത്. പ്രേതം വളരെ ഹാപ്പി ആയിട്ട് പാടുന്ന ഒരു പാട്ട് അല്ലേ? ഓക്കെ, പ്രേതത്തിന് എന്തോ പ്രേമം അല്ലേ? ആ പ്രേതം ഭയങ്കര രസം അതിൽ കാണാൻ. ഇങ്ങനെ കണ്ണും ഇതൊക്കെ വെച്ചിട്ട് ഗീതം എനിക്ക് ഓർമ്മയുണ്ട്. അർഷിതയ്ക്ക് ഭയങ്കര ഡിഫറെന്റ് വോയിസ് ആണ്. വർത്തമാനം പറയുമ്പോഴും ആ ഗ്രാവൽ ഇങ്ങനെ കേൾക്കുക ഇടയ്ക്ക്. പക്ഷെ ആ വോയിസ് വെച്ചിട്ട് താൻ എല്ലാ പാട്ടും അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരുപാട് പാട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹൈ ഒക്കെ പോകുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് എത്തുന്നുമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ താൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടുന്നുണ്ട് ഹർഷിത. ചേച്ചി. അതേപോലെ ചില സ്ഥലങ്ങളിൽ അതൊരു ചെറിയൊരു വേഗമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വേഗ്നെസ് എന്ന് പറയുന്നത് തെറ്റായി പാടണമെന്നല്ല പറയുന്നത്, മനസ്സിലാവുന്നില്ല. അത് ചേച്ചി അല്ല ചേച്ചിക്ക് അങ്ങനെ തോന്നിയോ? അത് ഒരു പ്രസൻസ് അല്ലേ? അത് മനസ്സിലാവാത്തത് ഡിക്ഷൻ ക്ലാരിറ്റി കുറച്ച്. അതാണ് ഞാനിവിടെ മെയിൻ ആയിട്ട് അതാ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് വേർഡ്സ് ലിറിക്സ് ക്ലിയർ ആവുന്നില്ല. ചിലപ്പോ അതും കൊണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പാടുമ്പോ എപ്പോഴും ഫുൾ വായ തുറന്ന് മായം ചൊല്ലും മായം ചൊല്ലും എന്ന് പറയുന്നതിന് ഇവിടെ കുറെ വ്യത്യാസങ്ങൾ വരും. മായം ചൊല്ലും മൈനെ, ഇത് മായം ചൊല്ലും മൈനെ ഇങ്ങനെ പോവാണ്. അതിൻ്റെയാണ് ആ ഡിക്ഷൻ്റെ കുഴപ്പം. ബട്ട് യുവർ ഫീൽ ഈസ് ഗുഡ്. ആ വ്യത്യസ്തമായ സൗണ്ടാണ്, വോയിസ് ടോൺ ടോട്ടലി. മായം ചൊല്ലും മൈനെ തട്ടരട്ടാരാന്ന് പറയണ മായം ചൊല്ലും മൈനെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. യു ആർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണോ? മറ്റോണം പാടാറുണ്ടോ?
ഓപ്പൺ ഇങ്ങനെ വോയിസ് ഇങ്ങനെ ആക്കാണ്ട് ചെസ്റ്റ് ഫ്രണ്ടിലേക്ക്, ചെസ്റ്റ് വോയിസ് ഫ്രണ്ടിലേക്കുള്ള ഒരു വോയിസ്. മോളെ ഉള്ളിന്ന് ഇപ്പൊ ഇവിടുന്ന് കേൾക്കുന്ന പോലെ അത് തന്നെ ആ എന്നുള്ളതും ആ എന്നുള്ളതും വ്യത്യാസമുണ്ട്. എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലാവുന്നുണ്ട്. അത് സ്വല്പം കൂടുതലാണ്. യു ക്യാൻ കൺട്രോൾ. ഇനി ചിലപ്പോൾ ചിലവരുടെ ശബ്ദം സംസാരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ആ ഇപ്പൊ ശരിയാണ്. ഏറെക്കുറെ അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് കുഴപ്പമില്ല കേട്ടോ. അത് പക്ഷെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഞാൻ ആ മറന്ന് പറയുന്നതൊക്കെ എന്തൊരു ഭാവമാണ് അവിടെ കൊടുത്ത് സ്വയം മറന്ന് അങ്ങോട്ട് പാടുക അല്ലേ. അത് സ്വയം മറന്ന് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തേടുന്നു എന്ന് പറയുന്നിടത്ത് ആ ഒരു സംഗതി, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. പിന്നെ അഗെയിൻ ആ ചരണത്തിൽ അരികിൽ അണയും ഒരു ദിവസം മാരിക്കാറ്റ് മുത്തം കാട്ടു എന്ന് പറയുന്നിടത്ത് ആ ഒരു ഗ്ലൈഡൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ്. ഇപ്പോൾ പാടിപ്പിക്കണമെന്നില്ല, സമയം കളയണ്ട. പക്ഷേ യു ഹാവ് ഡൺ ഇറ്റ് വെരി നൈസ്ലി. പക്ഷേ ത്രൂ ഔട്ട് ഈ ലിറിക്സിൻ്റെ ഒരു പ്രോബ്ലം അല്ലേ. അതെ, ഡിക്ഷൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രസൻസ് കുറവ് ഫീൽ ചെയ്തത്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ പളിച്ചിന് വന്നേനെ അല്ലേ ചേച്ചി? പറയാറുള്ളത് പോലെ. അതെ, പറയാറുള്ളത് പോലെ പളിച്ചിരുന്നേനെ. വളിച്ചിരുന്നേനെ പളിച്ചെന്ന് പറഞ്ഞത് അതായത് ഇപ്പൊ ഔസേപ്പ് സാറ് പറഞ്ഞില്ലേ ഉള്ളീന്ന് തെലുങ്ക് വഴി പോകും എന്തേലും പറഞ്ഞ ഇതാ ഞാൻ അവനെ പറ്റിക്കുന്നതല്ല. ഹ്യൂമർ തന്നെ. ചക്കര അർഷിത ഇത് തന്നെയാണ്. വേറെ അധികം കാരണം എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ വേണമെങ്കിൽ നമ്മൾ പാട്ടുകാരല്ലേ, ആ ബാക്കിൽ നിന്നുള്ളത് അതും വേണം. ചില പാട്ടിനൊക്കെ അത് വേണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളുടെ ഈ മുഖത്തിനുള്ള മൂക്കും കണ്ണും കവളും പല്ലും ചുണ്ടും കഴുത്തും ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ. കാരണം നമുക്ക് വേറെ ഇവിടെ ഫ്രെഡ്സോ കോഡ്സോ ഒന്നുമില്ല, വായിച്ചെടുക്കാൻ ഒന്നുമില്ല. നമുക്ക് അവിടെ ഒരു ചെറിയ ചിപ്പുള്ളൂ. അതിൽ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യാം പാടുമ്പോഴത്തേക്കും. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ അത് വന്നോളും കേട്ടോ. പാട്ട് ഒരു നല്ല ശ്വാസം വേണ്ട പാട്ടാണ്. അതൊക്കെ നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ രവീന്ദ്ര മാഷിന്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ശുദ്ധദാനിയസിൽ അദ്ദേഹം ആ ഒരു ബേസിൽ എത്ര പാട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് പറയാനുണ്ടല്ലേ, നമ്മള് ഇത്തരം പാട്ടുകൾ സാധാരണ ഒരുപാടുണ്ട്, സ്ഥിരം എല്ലാവരും ചെയ്യും. ഒരു അടുപ്പിൽ പാട്ട് പറഞ്ഞ ഉടനെ ഈ സഗമ പനീസ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യും. വളരെ എളുപ്പമാണ്. അത് എല്ലാ ഭാഷയിലും മറ്റേ ചൈനീസിലൊക്കെ അതേ ഉള്ളൂ. അതും മോഹനവും ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ അപ്പം എന്താണ് ഈസി ടു ക്യാച്ച്. പക്ഷേ രവിയേട്ടന്റെ അത്തരം പാട്ടുകൾ എടുത്താൽ അതിനൊരു വേറെ ക്ലാസ് ഉണ്ടാവും. ഇതൊരു അടിപൊളി പാട്ടല്ലേ, അതെ, പക്ഷെ അതിലും ഒരു ക്ലാസ് ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു സ്പെഷ്യൽ. അതേപോലെ തന്നെ സാറേ രാജാ സാറ് ഇതുപോലെ തന്നെ ശുദ്ധദാനിയസ് എനിക്കിത് കേട്ടപ്പോ മനസ്സ് മയങ്ങും മൗനഗീതം പാട് മന്മദക്കടലിൽ സിപ്പിക്കുൾ മുത്ത് തേട്. ഞാൻ കെട്ടിപ്പിടിച്ച് അത് ഒരു ഭയങ്കര ഒരു അങ്ങനെ ആ ഒരു അല്ല ഇങ്ങനെയുള്ള ഇതില് ഇത്രയും ഭാവങ്ങൾ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാല് ഫിലിം സോങ്സ് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പാർട്ട് ഫ്രം കർണാട്ടിക് മ്യൂസിക് എത്ര 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 ഡിഫറെൻ്റ് ഒരു രാഗത്തിൽ എന്തെല്ലാം ഭാവങ്ങളാണ് രവീന്ദ്ര മാഷ്, രാജാ സാർ, ഔസേപ്പച്ചൻ സാർ, എല്ലാവരും, വിദ്യാസാഗർ സാർ, ഇവരൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ മനസ്സിലാക്കും ഈ രാഗം നമ്മൾ പാടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ ഉണ്ടോയെന്ന്. സത്യം ഞാനതുകൊണ്ട് എല്ലാ കർണാട്ടിക് മ്യൂസീഷ്യൻസിനോടും പറയും, സാറേ നിങ്ങൾ ഫിലിം സോങ്ങും പഠിക്കണം. കാരണം ഒരേ ഇതിൻ്റെ തന്നെ വേറൊരു ഭാവം, വേറെ എത്ര രസകരമായിട്ടാണ് ഇവർ കമ്പോസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ഗ്രേറ്റ് മ്യൂസിക്കാണ്. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് ദൂരം പഠിക്കാനുണ്ട് കേട്ടോ. മോളെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇനി മാർക്സിലേക്ക് മാർക്സ് അറിയണ്ടേ? അറിയാം. മെന്റേഴ്സ് 10-ൽ എത്ര മാർക്കാണ് അർഷിതയ്ക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ കാണിച്ചോളൂ. ജഡ്ജസ് 100-ൽ എത്ര മാർക്സ് ആണ് അർഷിതയ്ക്ക് നൽകുന്നത് നോക്കാം. ലാസ്റ്റ് റൗണ്ടിൽ എത്രയായിരുന്നു കിട്ടിയത്? 97. അത് ഇത്ര വിഷമത്തിൽ പറയുന്നത് എന്തിന്? അർഷിതയ്ക്ക് കിട്ടുന്ന മാർക്ക് 100-ൽ 93. 93 മാർക്സ്.
അതെ, അപ്പൊ അർഷിത കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് 97 ആയിരുന്നു, ഈ റൗണ്ടിൽ നമുക്ക് 93 ആണ്. അപ്പൊ നല്ല മാർക്സ് ആണ്. നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, Thank you. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ജഡ്ജസ് നമുക്ക് നമ്മുടെ അടുത്ത മത്സരം, contestant-നെ. അതെ മത്സരം തുടരാം. ആ. എന്ത് പറയുന്നു? ഔസപ്പച്ചൻ സാർ, എന്താണ് ഇപ്പം തോന്നുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ ഇമ്പ്രൂവ് ആയോ? ഒരു മത്സര ചൂടൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പോ? പിന്നെ തീർച്ചയായിട്ടും എല്ലാരും എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയം എവിടെയോ കണ്ട നല്ല പരിചയം. ഇതെന്താണ്? അതെ, ഇതെന്താണ്? ക്ഷമിക്കാം. വളരെ ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. സോറി, കാരണം എനിക്ക് എത്താൻ വളരെ വൈകി. ഒരുപാട് പ്രാവശ്യം എന്നെ ഇങ്ങനെ ഇവിടുത്തെ പ്രൊഡ്യൂസർ, MD, ചാനൽ ഹെഡ് ഒക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഓസ്ട്രേലിയ, ലണ്ടൻ, അമേരിക്ക, അമരവിള, മൂന്നാറ്റുമുക്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ആയിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് വളരെയധികം ക്ഷമിക്കുക. തിരക്കാണ്, തിരക്കായത് കൊണ്ടാണ് എനിക്ക് എത്താൻ പറ്റാത്തത്. കുഴപ്പമില്ല, ക്ഷമിച്ചിരിക്കുന്നു. അതെ, എന്താ, ആരാണ്? ഈ കോട്ട് വിട്ട് ഇങ്ങനെ മ്യൂസിക്കുമായിട്ട് വന്നിട്ട് മനസ്സിലായില്ല? ഇല്ലെന്നേ. ഇല്ല. ഇല്ല. ഞാൻ ലോക പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ജോൺ കാരിയൻ എന്നാണ് എന്റെ പേര്. ഓ, ജോൺ കെന്നഡി. അതല്ല, അത് വേറെ. അത് ജോൺ എഫ് കെന്നഡി. ജോൺ അത് വേറെ. കാരിയൻ. അതായത് ഞാൻ മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ്. അല്ല, വന്നതിന്റെ ഉദ്ദേശം എന്താ? വന്നതിന്റെ ഉദ്ദേശം ഞാൻ പറയാം. പക്ഷെ ഞാൻ ഇപ്പം വേറൊന്നുമല്ല, ദിവസത്തിനല്ല എന്റെ കൂലി, ഞാൻ മണിക്കൂറിനാണ് ഞാൻ കൂലി വാങ്ങുന്നത്. അയ്യോ, മണിക്കൂറിനാണ് ഞാൻ കാശ് അല്ല, വാങ്ങുന്നത്. 1 മണിക്കൂർ വാടകയ്ക്ക് ഇറങ്ങി നിങ്ങൾ എന്താ സൈക്കിളാ? നീ ഐറ്റം വേറെ പോണം, നിനക്ക് ഗോൾഡൻ പഞ്ച് കിട്ടും കേട്ടോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഞാൻ നിങ്ങളെ ഇവിടെ കണ്ട ഒരു പരിചയം, എനിക്ക് എവിടെയോ നിങ്ങളെ കണ്ടത് നല്ല പരിചയമുണ്ട്. അല്ല, ഒരാളെ പോലെ 7 പേര് കാണും. എനിക്കും പരിചയമുണ്ട്. രഞ്ജിനിക്ക് ഞാൻ complete ഒരേപോലെ തോന്നുന്നു. അല്ല, ഒരാളെ പോലെ 7 പേര് കാണും. ഞാൻ ഗുജറാത്തിൽ പോയ സമയത്ത് റോഡ് വഴി പോകണം. അപ്പൊ ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ ചെന്ന് വണ്ടി നിർത്തിയ സമയത്ത് അവിടെ കൊച്ചിനെ പോലെ ഒരു കൊച്ച് മൊബൈലിന്റെ കവറും കുടയും കൊണ്ടുവന്നായിരുന്നു. ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ, പണിയെടുത്തല്ലേ ജീവിക്കുന്നു, നമ്മളെ പോലെ പറ്റിച്ചല്ലല്ലോ. അപ്പൊ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ബിസിനസ്, പിന്നെ തകർന്നുപോയ കുടുംബങ്ങളെ, മിക്കതും ഞാൻ കാരണം തന്നെ തകരുന്നത്, ഞാൻ തന്നെ ചെന്ന് മോട്ടിവേഷൻ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യത ഉള്ളവര്, ആത്മഹത്യക്ക് ശ്രമിക്കുന്നവര്, ഇവരെയൊക്കെ മോട്ടിവേഷൻ ചെയ്ത് ഞാൻ ലെവലായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വർക്ക് എപ്പോഴും ഉണ്ട്. അതെ, കഴിഞ്ഞ ആഴ്ചയില് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരാള്, അത് ഭയങ്കര ഒരു കഥയാണ്. അപ്പൊ ഞാൻ 1 മണിക്കൂറോളം അവനെ മോട്ടിവേഷൻ ചെയ്ത് മോട്ടിവേഷൻ ചെയ്ത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാത്രം ചാകാൻ വേണ്ടി നടന്നത്. എന്റെ മോട്ടിവേഷൻ സെഷൻ എന്നെ കൊന്ന് അവൻ ചാകാൻ വേണ്ടി നടക്കാൻ. അപ്പൊ കുറച്ച് നീളും, അല്ലേ? Improvement ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഈ എലിമിനേഷൻ കഴിഞ്ഞ് നിൽക്കുകയല്ലേ. അതെ, ഞങ്ങൾ പറയായിരുന്നു. അതെ, രണ്ടുപേരും ഔട്ടായി. അപ്പൊ ഈ കണ്ടസ്റ്റൻസിനൊക്കെ ഒരു ചെറിയൊരു പേടിയും ഭയം. അപ്പൊ അങ്ങനെ ആ പേടി ഭയം പാടില്ല. അപ്പൊ അത് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചതാണ്. അത് നല്ല കാര്യം. ഞാൻ കുക്കിളിംഗ് ക്ലാസ് മാറ്റി. കുക്കിളിംഗ് ക്ലാസ്സോ? ഭയങ്കര മുടയുണ്ട്, ഭയങ്കര ചാടയും മുടയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഭയം വേണ്ട, ജാഗ്രത. കൈ നന്നായിട്ട് കഴുകുക, മാസ്കും വെക്കുക, അത് മാറിപ്പോയി, പെട്ടെന്ന് മാറിപ്പോയി. ഓക്കെ, അപ്പൊ ഞാൻ ഈ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഒന്ന് പോവാം. അപ്പൊ മനസ്സിലായെന്നെ, ജോൺ കാരിയൻ എന്നാണ്. എന്നെ അങ്ങനെ കിട്ടുന്നതല്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചാനൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ പാട്ടുകൾ പാടുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എലിമിനേഷൻ വരുമ്പോൾ അതൊന്നും നോക്കണ്ട മോളെ. അതെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സാധാരണ നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ടാബോ പെന്നോ ലാപ്ടോപ്പോ എന്തെങ്കിലും അതിന്റെ ആവശ്യമല്ല. അതെന്താ? മുട്ടടിച്ച് പൊട്ടിക്കും ഞാൻ. ആരുടെ ഇത്ര കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു വേദി ഒരുക്കുന്ന സമയത്ത് ആ പാട്ട് ഇങ്ങനെ വിറച്ചൊക്കെ നിന്ന് പാടുന്നത് ശരിയല്ല. അതെ, കമ്പോച്ചുള്ള കളിയൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്നേ. ഇതേ നിങ്ങൾ വിചാരിക്കുന്നത് മോട്ടിവേഷന്റെ ഭാഗമാണെന്നല്ല, ഇത് ഭർത്താക്കന്മാര് തന്ന കൊട്ടേഷനാണ്. 2 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ജാട മോട അപ്പൊ ഒരു അടിക്ക് 50 രൂപ വെച്ച് തന്ന് അങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ. തൽക്കാലം പറയണ്ട. അതെ, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? ഏതെങ്കിലും 2 പേര് പാട്ട് പാടിയ. അപ്പൊ എനിക്ക് ഒന്ന് എഴുതിയൊന്ന് പാടിയ. മുട്ടടിച്ച് പൊട്ടിക്കും ഞാൻ. ഒരു സ്റ്റൂൾ ഇട്ടേ തങ്കച്ചൻ ചേട്ടാ. വേണ്ട, ഐറ്റം വേറെയാ. എന്നോടെന്തിനീ പിണക്കം, വേറെയുണ്ട്. ഇന്നും എന്തിനാണെന്നോടു പരിഭവം. മുട്ട് വേറെയുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാടു നാളായി
കാത്തിരുന്നു വിറയലുണ്ട്. നീ ഒരു നോക്കു ഇനി എന്റെ നെഞ്ചത്തോട്ട് ഒന്ന് കയറി, വന്നീല. എന്റെ തോളത്തൊന്ന് കയറി. ഇരുന്ന് വിറയലുണ്ട് മോളെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. അല്ല മീനാക്ഷി, എനിക്കൊരു കാര്യം പറയാനുള്ളത്. എന്താണ്? ഇവര് കഷ്ടപ്പെട്ട് പാട്ടൊക്കെ റിഹേഴ്സൽ ഒന്ന് പാടുന്ന സമയത്ത് മീനാക്ഷി അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങി. ഒരു ആത്മഹത്യ ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങി. ഉറങ്ങിയില്ല. ഉറങ്ങി. ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിയില്ല. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിയില്ല. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. 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 കച്ചറയാവല്ലേ കച്ചറയാവല്ലേ. എന്താണിത്? ഇതല്ല കയ്യിലിരിപ്പ്, ഈ ഉടുപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോട്ടിവേറ്റർ അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ. എന്റെ അങ്ങനെയല്ല, ഞാൻ ഗുണ്ടയാണ്. ഞാൻ വെച്ച് കയറ്റി തരും ഞാൻ. ഓക്കെ, നമസ്കാരം. ആ വടിയൊന്നും മാറ്റി ചേട്ടാ, പേടിയോ. വയലിൻ മാഷ്, ഹലോ. മാഷോ? അതെ, അതൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. വേദിയിൽ കയറി കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറിന് ഉപരി നല്ലൊരു വയലിൻ പ്ലേ ആണ്. അപ്പൊ അങ്ങനെ വയലിൻ ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു വയലിന്റെ പീസ് വായിക്കാൻ പറഞ്ഞാൽ സാറിനെ കാണുന്ന സമയത്ത് പേടിയോ മുട്ടുപറയലോ വല്ലതുണ്ടോ അത് അറിയണ്ടേ? എല്ലാവരുടെ പേടി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കസ്തൂരിമാൻ സിനിമയിലെ ഒരു ബിറ്റ് ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചേ. ചേട്ടാ പോട്ടെ പോട്ടെ സാറേ, ഒന്നുമില്ലെങ്കിൽ മോട്ടിവേറ്റർ അല്ലേ? നിങ്ങൾ കരഞ്ഞ എങ്ങനെയാ? പോട്ടെ, പോട്ടെ കേട്ടോ. കേട്ടോ. ഒന്ന് നിർത്താമോ? എന്തിനെന്തെങ്കിലും ഇട്ട് കരയിക്കുന്നത്? ഞാൻ ലോകപ്രസിദ്ധ മോട്ടിവേറ്റർ കാര്യമാണ് ഞാൻ. സാരയില്ല, ബാ 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 ബാ. വെച്ച് കുത്തി തരും. അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ആരാണെന്ന് അറിയണമല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ഞാനൊരു കലാകാരനാണ്. കലാകാരനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ വേദി തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് വന്നത്. ഞാൻ പാട്ട് പാടും, പിന്നെ പാട്ടൊക്കെ പാടും. ഞാൻ പാടുന്ന സമയത്ത് എന്തെങ്കിലും പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പബ്ലിക്കിലിടണ്ട, എന്റെ പോക്കറ്റ് കൊണ്ടിട്ട് ശരിക്കും ചേട്ടാ എവിടെ പാട്ട് പാടാറുള്ളത്? പാട്ട് നിട്ടെ. കസ്തൂരിമാൻ മിഴി മലർശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരിമാൻ മിഴി മലർശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലകരി, സ്വപ്നങ്ങളുണരും ഉന്മാദലകരി, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരിമാൻ മിഴി മലർശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. അപ്പൊ ഇനി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു വേദി തരുമ്പോൾ നമ്മുടെ കാൽ വിറയല്, നമ്മളെ മുട്ട് വിറയല്, അല്ലെങ്കിൽ പാടുമ്പോൾ നമ്മൾ വോക്കൽ കോഡ്, ദിസ് ഇസ് ദ വോക്കൽ കോഡ് ആൻഡ് സിംഗിങ് ദ വൈബ്രേഷൻ ഓഫ് ദ മണിയുടെ ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പാടുന്ന സമയത്ത് നമുക്ക് തരുന്ന വേദിയിൽ നമ്മൾ ഇന്ന് വിറയ്ക്കാനോ മുട്ട് വിറയ്ക്കാനോ നമ്മൾ തളരാനോ ഒന്നും പാടില്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വരി പാടും, പുറത്തു പോകും, 30 കുപ്പി വെള്ളം കുടിക്കും, വീണ്ടും കയറി വരും. ഇതിന്റെ വാശിക്ക് പാട്ട് പിന്നെ നിങ്ങൾക്ക് ശരിയല്ലെങ്കിൽ വീണ്ടും ചെന്ന് ആഹാരം കഴിക്കുന്നവിടെ 3 പൊരിച്ച മീനെടുത്ത് തിന്നും. അങ്ങനെയല്ല, നമുക്ക് തരുന്ന വേദിയെ നമ്മൾ ഭംഗിയാക്കി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു പൂത്തിരി വരികയോ സ്റ്റേജിൽ പെട്ടെന്ന് ലൈറ്റ് കത്തുകയോ ഓർക്കസ്ട്രയുടെ നമുക്ക് സൗണ്ട് വരികയോ ഒരു ആക്ഷൻ പറയുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടി വരരുത്. അപ്പൊ പേടി എങ്ങനെ വരുന്ന ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മോട്ടിവേറ്റർ ആണല്ലോ, അങ്ങനെയുള്ള ഒരു വരണം. അതന്നെ കമ്പനി എന്നെ നേരിട്ട് പറഞ്ഞിട്ടല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. നോക്ക് നോക്ക് കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഒരു ഗാനം ആലപിക്കാൻ വന്നിരിക്കുകയാണ്. അതെ അതെ അതെ. നമുക്ക് തന്ന വേദി ഉണ്ട് കേട്ടോ, പിറയ്ക്കാതെ നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുക. അങ്ങനെ ചെയ്യണ്ട. ഓക്കെ,
ഹലോ നിർത്തി പാനിക് അറ്റാക്ക് ആയെന്ന് അതെ തോന്നുന്നു. വന്നേ വാ. ഇങ്ങോട്ട് വാ. വന്നേ ഇയാളാണോ മോട്ടിവേഷൻ സ്പീക്കർ? സ്വന്തമായിട്ടൊരു ലൈറ്റ് LED വാളും ഇതൊക്കെ ഉണ്ടെന്ന് കരുതിയാ കൂടുതൽ ആൾക്കാരെ കാണിക്കില്ല കേട്ടാ. അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആരാണ് പേടിക്കുന്നത്? ഇതെന്തോന്നത്? അത് മുൾക്കിരീടം. അപ്പോൾ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, നമുക്കൊരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ പേടിയും ഭയവും ഒന്നും പാടില്ല. അത് കണ്ടു. പാടില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വേദി കിട്ടുമ്പോൾ പേടിയും ഭയവും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവനും അവളും ഒരു കലാകാരനായി മാറും. ഓക്കെ, ഇതാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ചഞ്ചൽ ഈ വേദി നിന്ന് പോവുകയാണ്. ഇതെപ്പം മൊഴിയെന്ന് വേണ്ടി കാത്തിരിക്കായിരുന്നു ഞങ്ങൾ. അല്ല ചഞ്ചലല്ല, എടാ എനിക്ക് പേര് ഇത് ആദ്യമേ അറിയായിരുന്നു. അതല്ലത് ജോൺ കരിയൻ. ജോൺ കരിയൻ നമുക്കിനി വേണ്ട. ചഞ്ചലൻ മതി. ചഞ്ചലൻ. കുറേ പൊങ്ങാത്ത പേരൊക്കെ. ചഞ്ചലേട്ടാ, ഈ ജോൺ ക്യാരി ഓൺ എവിടെ നിന്ന് കിട്ടി? അതാ പൊട്ടനില്ലേ, അതാ പൊട്ടൻ. രഞ്ജിത്ത്, അവനാണ് ഇട്ട് തരുന്നത്. രഞ്ജിത്ത് നമ്മളെ റൈറ്റർ. അവസാനം ഒരു നീളമുള്ള ഒരു പേര് വിട്ട് രാമാവന്റെ വാർഡ് നോക്കി പോയി. ചഞ്ചലനായിട്ട് അവസാനിക്കും. ചഞ്ചല കോട്ടൂര്. സുമയുടെ പാട്ട് കേൾക്കാൻ ഇരിക്കുക. അതൊരു ഒന്നൊന്നര വരവായിരിക്കും. അതൊരു വരവായിരിക്കും. ഈ ഒന്നര എപ്പോ വരും? രണ്ടാമത്തെ സ്റ്റേജ് ആയി കേട്ടോ. ഓറും ഞെട്ടും, കണ്ടസ്റ്റൻസ് എല്ലാം ഞെട്ടും, ഞാനും ഞെട്ടും. കണ്ടോ? ഓക്കെ, ബൈ. എന്നാ ശരി എന്നാ. പോലെ അവർക്ക് ഉള്ള കോൺഫിഡൻസ് കളയല്ലേ ഇനി പോയിട്ട്. കേട്ടോ, കയ്യിൽ എന്ത് കാടും പടലും ഒക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ കിടക്കാണ്. റൊമാൻറ്റിക് വൈബ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ശിവാനി. പൊന്നും പൂവും ചോടിക്കാം വെണ്ണിലാവിൻ വാസന്ത ലതികേ. ഇന്നും ഇന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികേ. ഒരു പൂവിന്റെ പേരിൽ നീ ഇഴനീതരാഗം ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു. പൊന്നും പൂവും ചോടിക്കാം വെണ്ണിലാവിൻ വാസന്ത ലതികേ. ഇന്നും ഇന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികേ.
ലതികേ എന്നും എന്നും എന്മാരിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികേ ഒരു പൂവിൻ്റെ പേരിൽ നീ ഇഴനിതരാഗം ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനി നിമിഷം വാചാലം ലാല 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 ഓക്കെ സാർ വേറെ ആരോട് ചോദിക്കാൻ സാർ അതെ അതെ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെൻഡിഷൻ ഈ പാട്ടിന്, അതും ഹൃദ്യമായ രീതിയിൽ ശിവാനിയുടെ ആ ശബ്ദത്തിൽ ഞങ്ങളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ഇമിറ്റേഷൻ വേണ്ട. ഒരു പാട്ട് ഇഷ്ടപ്പെടുക, അതിൻ്റെ ട്യൂൺ ഇഷ്ടപ്പെടുക, അതിൻ്റെ വരികൾ ഇഷ്ടപ്പെടുക, അതിൻ്റെ ഭാവങ്ങൾ, ലിറിക്സിൻ്റെ ഭാവങ്ങൾ അത് മനസ്സിലിരുത്തി പാടിയ പോലെ എനിക്ക് തോന്നി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പല സംഗതികളൊക്കെ ആ അനുപല്ലവി ചരണത്തിൻ്റെ എൻഡിലൊക്കെ സംഗതി വേറെയാണ്, പക്ഷേ വാട്ട് യു ആർ സിംഗിങ് ഈസ് പെർഫെക്റ്റ്. അതേ സംഗതി തന്നെ പാടണമെന്നില്ല, നമുക്ക് ആ സമയത്ത് നമ്മളൊരു ഇംപ്രവൈസേഷൻ ആണല്ലോ, ലിറിക്സിൻ്റെ ഭാവമാണല്ലോ, ആ ഭാവത്തിന് ഏത് സംഗതി വേണം പാടാം, പക്ഷേ ശ്രുതിയിൽ വന്നാൽ മതി, അല്ലെങ്കിൽ കൃത്യമായിട്ട് വന്നാൽ മതി. അതെല്ലാം വരുന്നുണ്ട്, അത് ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ എല്ലാത്തിനും ഒരു ലൈറ്റ് അപ്രോച്ച്, സിംപ്ലിസിറ്റി ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ സോങ്ങിന്. സോ സിമ്പിൾ. എന്തിനാ ഇത്ര ഡ്രാമയൊന്നും വേണ്ട പാട്ടിന്, ഇങ്ങനെ മതി. ഇനി ഐ ലവ് ദീസ് കൈൻഡ് ഓഫ് റെൻഡിഷൻസ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം അതിന് കാരണമുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഈ പാട്ടിന്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ, ഇതിന്റെ പല്ലവി പാടുക വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഒന്ന് ദാസേട്ടനും പാടിയിട്ടുണ്ട്, സുജാതയും പാടിയിട്ടുണ്ട്, അത് കേട്ടറിയാം. ദാസേട്ടൻ ഒറ്റ സ്ട്രെച്ചിന് 3 ലൈൻ പാടും. ബ്രീത്ത്, കൺട്രോൾ. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്ത ഭയങ്കര കഷ്ടമാണ്. പക്ഷേ യു നീഡ് നോട്ട് സിംഗ് ദാറ്റ്, കാരണം സുജാത ചേച്ചി അങ്ങനെ പാടിയിട്ടൊന്നുമില്ല. ഓരോ ലൈൻ്റെ ഇടയിൽ ബ്രീത്ത് എടുത്ത്. പക്ഷെ അപ്പം അങ്ങനെ ബ്രീത്ത് എടുത്ത് പാടുമ്പോൾ സാധാരണ പലർക്കും പറ്റാറുള്ളത് വരികളുടെ എൻഡ് ലൈൻ തെറ്റിപ്പോവാറുണ്ട്. ഐ മീൻ ക്ലാരിറ്റി ഇല്ലാണ്ട് അത് മുറിഞ്ഞു പോകും. അത് മുറിയാതെ യു മാനേജ് ഇറ്റ്. അതും 2 പോർഷനുണ്ടേ, ആണ് പാടിയതും പാടണം, പെണ്ണ് പാടിയതും പാടണം. ദർ ഇസ് നോ ഗ്യാപ്സ്. ബ്രീത്ത് എടുത്തിട്ടൊന്ന് ശ്വാസം എടുക്കാനുള്ള സമയമില്ല. സോ ഐ ലവ്ഡ് ഇറ്റ്. പിന്നെ ഓരോ പാട്ടുകൾ, സംഗതി കൂടുതൽ അഴുത്തം കൊടുക്കേണ്ട ഒരു പാട്ടല്ല അത്. ലൈറ്റായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യേണ്ടേ പാടുള്ളൂ. ചിലപ്പോൾ അത് പാടുന്നവർക്ക് ആ സംഗതി വരാൻ വേണ്ടി ചിലപ്പോൾ ഇത്രയോ ഇത് വരും. അപ്പോൾ ദാസേട്ടനൊക്കെ പറയാറുണ്ട് അതിനകത്ത് അത്ര അഴുത്തം കൊടുക്കണ്ട, അത് വളരെ ലൈറ്റായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ദാസേട്ടൻ പാടും. അപ്പോൾ അതാണ്, ഓരോ പാട്ടിനും ഓരോ ജോണറുണ്ട്. കാരണം നിഷ്കളങ്കമായിട്ടുള്ള 2 പ്രണയമാണ് സിറ്റുവേഷൻ, അറിയാലോ പാട്ടിൻ്റെ. അപ്പോൾ അത് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിവിടെ ഫാസിൽ സാറിനെ ഓർക്കുകയാണ് കേട്ടോ. കാരണം ഈ പാട്ടൊക്കെ എനിക്ക് ഞങ്ങൾ തമ്മിൽ ചെയ്യുന്ന ആദ്യത്തെ പടമാണ് അനീതിപ്രാവ്. എൻ്റെ ഫസ്റ്റ് പടത്തിന് തന്നെ ഇത്രയും നല്ലൊരു കഥയും നല്ലൊരു ഡയറക്ഷനും രമേശൻ സാറ് നല്ല വരികളും തന്ന് വലിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണെന്ന് എനിക്കറിയാം. ഞാൻ അതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെന്നൈയിലാണ്, ഇത് പാട്ട് ഹിറ്റാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഫാസിൽ സാറിന് ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ ഇതിൻ്റെ വൈബൊന്നും ഒരിക്കലും അറിഞ്ഞിട്ടേ ഇല്ല. അവിടെ നമുക്കറിയില്ല, അവിടെ റേഡിയോ വരുമോ, അവിടെ ആൾക്കാർ തമിഴ് അവരൊന്നും ഈ പാട്ട് കേൾക്കുന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഹിന്ദി വേർഷൻ ഇതിൻ്റെ തമിഴ് ഓൾറെഡി എടുത്തു. ഞാൻ സംഗീതം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാന നിമിഷം ആ പ്രൊഡ്യൂസറിന് എന്തോ ഒരു ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നു, സം കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെയാണ് പിന്നെ ഫാസിൽ സാറിന്, കാരണം ഇത്രയും വലിയ ഹിറ്റായ പടമല്ലേ, ഞാൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതിന് പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. പക്ഷേ അത് വേറെ നിവൃത്തിയില്ല. പിന്നെ അവിടുത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഉണ്ടായില്ല. ഹിന്ദി വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. റഹ്മാൻ ഇങ്ങനെ കൊടികുത്തി വാഴുന്ന സമയം, പ്രിയദർശൻ്റെ പാട്ട്. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷ്, എന്തോ ഒരു സന്തോഷ് എന്നാണ് അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര്. അദ്ദേഹം റഹ്മാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്,
യോ ഇങ്ങേർക്ക് ഏത് പാട്ട് ഏത് ട്യൂൺ ഉണ്ടാക്കി കൊടുത്താൽ അയാൾ പറയാ എന്നും നിന്നെ അതേമാരി ട്യൂൺ അതേമാരി വരണം എന്ന് പറഞ്ഞിട്ട് അതിൽ ടോട്ടലി അത് റഹ്മാന്റെ ടാലന്റ്. റഹ്മാൻ ഈ രാഗം എടുത്തില്ല, ഒന്നും എടുത്തില്ല. അതിലത്തെ പാട്ട് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ട് വളരെ മനോഹരമായി ചെയ്തു. പക്ഷെ ഇദ്ദേഹം ഇതിൽ ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയിട്ടുണ്ട്. ഇയാൾ പറയും എന്നും തന്നെ പൂജിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. പിന്നെ ഫ്ലൂട്ട്, എനിക്ക് ഐ ക്യാൻ ഫീൽ നവീൻ ഹിയർ. അത് വായിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് അറിയില്ല കേട്ടോ. അത് കാരണം ഇഷ്ടപ്പെട്ട് വായിക്കുന്നതാണ്. അപ്പോൾ രാജേഷ് അത് വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടുകളിൽ ഇതിൽ ചെറിയ സംഗതികൾ, സ്മൃതങ്ങൾ, ഇങ്ങനെ ചെറിയ ടച്ചസ്, ഓർണമെന്റേഷൻസ് വരും. അതിൽ പോലും അത് ഈ പറഞ്ഞ പോലെ നുവാൻസസ് ആണ്. നുവാൻസസ് പോലെ വളരെ സ്വീറ്റായിട്ട് ഇങ്ങനെ അറിയില്ല, ആ ഫിംഗറിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. അത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രുതി ശുദ്ധമാണ്. അപ്പം അത്ര മതിയല്ലോ. ബാക്കി എല്ലാവരും വയലിൻ വായിച്ച് നന്നായിരുന്നു. എല്ലാവരും ടോട്ടലി ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. ശിവാനിക്കുട്ടി, യെസ് മാം. ഔസഫജൻ സാറിൽ നിന്ന് അഭിപ്രായത്തിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ല എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതിന് ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാവുന്നില്ല. എനിക്ക് ടോട്ടൽ നല്ല ഫീലായിരുന്നു. ഒന്ന് ഈ അനിയത്തി പ്രാവ് എന്നുള്ള ഈ സിനിമ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് പ്രേമിച്ചുകൊണ്ടിരുന്നവർക്കും പ്രേമിക്കുന്നതും പ്രേമിച്ച് കല്യാണം കഴിച്ചവർ എല്ലാം അത്രയ്ക്ക് ഒരു പ്രേമത്തിന്റെ ഒരു വേറൊരു രീതി ഉണ്ടായിരുന്ന ഒരു ഫിലിമാണ്. അതില് സാറിന്റെ അത്രയും ഹിറ്റായിട്ടല്ല ഇന്നും ഹിറ്റായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ പാട്ടുകളെല്ലാം. എന്തൊരു രസമായിരുന്നു. എന്താണേലും മോള് നന്നായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയത് ആ പല്ലവിയില് നീ ഇഴ നെയ്ത രാഗം അവിടെ ഒരു അവിടെ മാത്രം പാടണമെന്നില്ല, പറഞ്ഞെന്നുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കാതെ, അവിടുത്തെ ഫീല് ഭയങ്കര രസമായിരുന്നു. അത് ആ പാട്ടിന്റെ ഫീല് ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ വളരെ ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നല്ലൊരു ചോയ്സ് ഓഫ് സോങ് ആണ്. അനിയത്തി പ്രാവിലെ എനിക്ക് 2 പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. ഒന്ന് ഒരു രാജമല്ലിയും ഈ പാട്ടും. ഈ പാട്ട് സാറ് പറഞ്ഞു പിന്നീടാണ് അത് ഓപ്രിയ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അത് ഇതായെന്ന്. പടം ഇറങ്ങിയ സമയത്ത് ഓപ്രിയ എന്ന് പറഞ്ഞിട്ട്, കാരണം ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഒരു ചെറിയ സാഡ് ടിഞ്ച് ഉണ്ടല്ലോ, ഒരു വേർപാടിന്റെ ഒരു ചെറിയ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്ന സമയത്ത് വരുന്നത്, അതിൻ്റെതായിട്ടുള്ള അതിനൊരു പെട്ടെന്ന് ശ്രദ്ധ കിട്ടി. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ആമയും മൊയിലും തമ്മിലുള്ള ഓട്ടം പോലെ ഇപ്പം മുന്നിലേക്ക് കയറി വന്നു. ഞാൻ രാജമല്ലി ഫാനാണ്. രാജമല്ലി ഫാൻസ് ആണ് നമ്മൾ. ഭയങ്കര ഇന്റലിജന്റ് കോമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അസലായിട്ടുള്ള. പിന്നെ MG സാറും അത് ഗംഭീരമായിട്ട് പാടി. അപ്പൊ ഈ പാട്ട് എന്ന് പറയുന്നത് എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. അതെടുത്തോണ്ട് വന്ന് ഇത്രയും മനോഹരമായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് പാടി എന്നുള്ളതാണ്. ചെറിയ ചെറിയ സാധനങ്ങൾ വീഴുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് മാറി വീഴുന്നതിനൊരു സുഖമുണ്ട്. അതെ, ഇതും ഒരു ഡുവറ്റ് സോങ് ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാ. സാറ് പറഞ്ഞ പോലെ രണ്ടുപേരുടെയും പാടാനായിട്ട് ഞാൻ അധികം എൻകറേജ് ചെയ്യാത്തത് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ശിവാനി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്തു. ഇങ്ങനെ മാനേജ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഡുവറ്റ്സ് കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് പാടി ശിവാനി. ഇങ്ങനെ തന്നെ എല്ലാ പാട്ടുകളും പാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ശിവാനിയുടെ കളർ കോമ്പിനേഷൻ ഡ്രസ് സൂപ്പർ ആണ് കേട്ടോ. ചേച്ചിയുടെ ഫേവറേറ്റ് കളറാണ് പേർപ്പിൾ. പേർപ്പിൾ, പിങ്ക്, എല്ലാ ഡാർക്ക് കളറും ചേർന്നിരിക്കണം, ഭയങ്കര ഇഷ്ടമാണ്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ശിവാനിയുടെ മാർക്സ് അറിയാം. ശിവാനി 100-ൽ 96. ശിവാനി ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്ക്? 93.5 ആയിരുന്നു. ഇപ്പോൾ 96 ആയി. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ശിവാനി. അപ്പൊ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിച്ചാലോ? അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പവർ ബീറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു പാർവതി.
ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും പുതുമോടി പാട്ടും പാടി കളിയാടാൻ വന്നോളേ ഒരു വല്ലം പൊന്നും പൂവും കണി കാണാൻ വേണ്ടല്ലോ ഇലവങ്ക കാടും ചുറ്റി കൂത്താടും കലമാനേ ഇരനെഞ്ചിൽ കോലം കൊള്ളും പരമോഹം പാടാനേ സത്യം ആർക്കിപ്പം മാർക്ക് മത്സരം മറന്നുപോയി ഞങ്ങൾ. മീനാക്ഷി ഡെയിൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞേക്കാം അടിച്ച് തീർന്നു. ഓ മൈ ഗോഡ്, ഞങ്ങൾ ഈ പാട്ടായിരുന്നു അറിഞ്ഞപ്പോഴേ ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. ഈ സാധനം കണ്ടപ്പോ എനിക്ക് തോന്നി ഈ പാട്ട് എവിടെ ഇട്ടാലും ഞങ്ങൾ രണ്ടും ആദ്യം കാണിക്കുന്നത്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു എനർജറ്റിക്കാ കളിച്ച രണ്ടുപേരും. മീനാക്ഷിനേക്കാളും ഒരു പടി ഫ്രണ്ടിലേക്ക് പോയ ഒരു പാട്ടാണിത്. അതെ അതെ, അത് ഇഷ്ടപ്പെട്ട പാട്ടാ. ആ, ഈ അത് പാട്ട് എവിടെ കാണാനുണ്ട്. ഇട്ടാലും
ഓ, കയറും. വയ്യാണ്ടായി. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതെ സംസാരിക്കാം. അതെ അതെ അപ്പൊ ഞങ്ങൾ സംസാരിക്കാം എന്താണേലും. ഓക്കെ, മോള് നന്നായിട്ട് തന്നെ പാടിയത് കേട്ടോ. ആ ഒരു കൊല്ലം ആ തുടങ്ങുന്ന തൊട്ട് എല്ലാം കൃത്യമായിരുന്നു. ഈ പാട്ടിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഈ ഇത്തരം പാട്ടുകളിൽ നമ്മൾ ശ്രുതിയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഇത്രയും ഒരു സ്പീഡ് പാട്ടാണേലും മറ്റേ നിന്റെ തളർമേനിയാകെ ഞാൻ ഓമനിക്കാം ആ ഒരു സ്ഥലത്ത് മാത്രം ഒരു സംഗതി അതെന്താന്ന് മാത്രം ക്ലിയർ ആയില്ല. ബാക്കി ആ കതിരവനെതിരിടും ഇളം അത് ആ ലാസ്റ്റ് സ്പീഡിൽ പാടുന്നത് എന്ത് രസമായിട്ട് പാടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയിലും ചരണത്തിലും ആ പോർഷൻ വളരെ ഗംഭീരായിരുന്നു. താങ്ക് യു. അതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു ഗുമ്മുണ്ടായിരുന്നു. നല്ല ഗും ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ രഞ്ജിനി? അതെ, തീർച്ചയായിട്ടും. ഈ ഒരു റൗണ്ട് പവർ ബീറ്റ്സ് എന്ന് പറഞ്ഞ റൗണ്ടിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റിയ ഒരു പാട്ടും അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അത്രയും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആ എനർജി ഉണ്ടായിരുന്നു. ആ എനർജിയിലാണ് ഇവർ രണ്ടുപേരും ഇത്ര മനോഹരമായിട്ട് ഡാൻസ് ചെയ്തത് അല്ലേ? അതെ അതെ. അപ്പൊ 3 പേർക്കും ചേർന്നുള്ള മാർക്കായിരിക്കും ഇനി ഇവിടെ ഉണ്ട്. അതെ സാറേ മാർക്കിലേക്ക് മാർക്കിലേക്ക് കിടക്കാം. അതിന് മുമ്പ് പാർവതിക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ടോ? നീസിലാണോ? ഇല്ല സർ. വോയിസ് അങ്ങനെയാണ്. അങ്ങനെയാണ്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഫ്ലോറിൽ വന്നിട്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും മോളും ഹസ്ബൻഡ് അച്ഛനും അമ്മയും പിന്നെ ഒരു മുത്തശ്ശിയുണ്ട്. അപ്പോൾ അവരെല്ലാവരും നിങ്ങളെ ജഡ്ജസിനെയും പിന്നെ ഡെയിനും മീനാക്ഷിയും എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഹലോ കൊടുക്കണം. പ്രത്യേകിച്ച് എൻ്റെ മോൾക്കും പിന്നെ മുത്തശ്ശിക്ക് 100 വയസ്സ് കഴിഞ്ഞു. മുത്തശ്ശിക്ക് ഒരു വലിയ ഹലോ. മുത്തശ്ശിയുടെ പേരെന്താ? ദേവകിയമ്മ. മുത്തശ്ശി ഞങ്ങളുടെ എല്ലാം ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം മുത്തശ്ശി. ഞങ്ങളുടെയൊക്കെ നമസ്കാരം. ഹലോ. പിന്നെ മോളുടെ പേര് മീനാക്ഷി. മീനാക്ഷി നല്ല നിലയിലെത്തൂട്ടോ മോള്. നല്ല കുട്ടിയാണ്. നല്ല ഒരു ഉയർന്ന നിലയിലെത്തും. അങ്ങനെയാണ് മീനാക്ഷി. ഭയങ്കര ഐശ്വര്യമുള്ള പേരാ അല്ലേ? അതെ, മീനാക്ഷി ശേഷാദ്രി ഉണ്ട്. അതെ, മീനാക്ഷിയുടെ അമ്മയുടെ പേര് മീനാക്ഷി എന്നാ. ഏതൊക്കെ പോരാ ഞങ്ങള് മുത്തശ്ശിയുടെ മീനാക്ഷി ജയദാ വരദാ അതില്ലാമേ മാമവ മീനാക്ഷി രാജമാതങ്കി മാമവ മീനാക്ഷി. ഇത് മുത്തശ്ശിക്കുള്ളതാണല്ലേ? മീനാക്ഷിയുടെ മുത്തശ്ശി. മീനാക്ഷിയെ കുറിച്ച് പാട്ടില്ലാത്തൊരു കച്ചേരി ഞങ്ങൾക്കില്ല. അതെ, അതുപോലെ ഡെയിനെ കുറിച്ച് വല്ലതും പാടാൻ പറ്റുമോ? വേണ്ട, എനിക്ക് അങ്ങനെ കച്ചേരിയിലെ പാട്ട് പാടണ്ട. നീ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യങ്ങൾ പറയുമ്പോ ഡെയിന്റെ നെഞ്ചത്തോട്ട് ഇടുന്ന ഒരു എനിക്കിഷ്ടമാണ്. സാരല്ലേ, അങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ഞാനില്ലായിരുന്നു കാണാം കോമഡി ഒക്കെ ഇവിടെ കിടന്ന് ചളിഞ്ഞടിക്കുന്നു. ഈ പാട്ടെടുക്കാൻ കാരണം ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അടിച്ചുപൊളി പാട്ടെന്ന് പറയുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് ഇതാണ്. സോ അതുകൊണ്ടും കൂടെയാണ്. ഞാനും അതെ, ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടും സിനിമയൊക്കെയാണ്. അതെ അതെ. മിന്നാരല്ലേ? അതെ, മിന്നാര. ഈ ലാലേട്ടനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ഒന്ന് അനുകരിക്കാനൊക്കെ പറ്റുമോ? ഇല്ലല്ലേ? ഡെയിന് പറ്റും. നീ ചെയ്യില്ലേ? ഞാൻ കാര്യമായിട്ട് പറ്റില്ല സാർ. ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ ഞാനൊരു കഴിവില്ലാത്തവനാണ് സാർ. അങ്ങനെ പറയരുത് ഡെയിനെ. അത് ഈ ഡാൻസ് കഴിഞ്ഞിട്ട് നീ അങ്ങനെ പറയണ മോശമാണ്. ദേവകി അമ്മയ്ക്കും മീനാക്ഷി കുട്ടിക്കും എല്ലാവരുടെയും നമസ്കാരം. എന്റെ റിസർച്ച് ഗൈഡ്, ഞാൻ റിസർച്ച് ചെയ്യുന്നത് തിരുവനന്തപുരം വിമൻസ് കോളേജിലാണ്. ഞാൻ വിമൻസ് കോളേജിന്റെ സന്തതിയാണ്. പ്രീ ഡിഗ്രി തൊട്ട് MA വരെ വിമൻസ് കോളേജിലായിരുന്നു. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് എനിക്ക് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കാനും പാടാനൊക്കെ പറ്റുന്നത്. അപ്പൊ എന്റെ ഗൈഡ് ഡോക്ടർ ദീപ്തി എൻ രാജേന്ദ്രൻ ടീച്ചറിന് പ്രത്യേകം നന്ദി. എന്താ സബ്ജക്ട്? ഫിസിക്സ് ആണ്. ഫിസിക്സ് ചെറുതായിട്ട് പേടിച്ചു. രസതന്ത്രം, ഭൗതിക ഭൗതിക ശാസ്ത്രം. ശരി, നമുക്ക് മാർക്ക് അറിയാം. പറയൂ, കാണിക്കൂ. ഓക്കെ, ഇനി ജഡ്ജസ് എത്രയാണ് പാർവതിക്ക് തരുന്ന മാർക്സ് എന്ന് നമുക്കറിയാം. പാർവതിയുടെ മാർക്ക് ഔട്ട് ഓഫ് 100 95. നമുക്ക് 3 കൂടെ കിട്ടിയ മാർക്കാണ്. ഈ ഒരു പാട്ട് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസിന്. ഓക്കെ പാർവതി, താങ്ക് യു സോ മച്ച്. അപ്പോ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ എത്ര കിട്ടിയത്? 92.5. അപ്പൊ നല്ല മാർക്സ് ആണ്. അപ്പൊ നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഡെയിൻ, യെസ്,
റൊമാൻറ്റിക് വൈബ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു രമ്യ. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു പഞ്ചബാണ നീഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം അറിയുന്ന പ്രായമായില്ലേ ഇനി മിന്നും പൊന്നും മണിയാൻ കാലമായില്ലേ എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻ തുള്ളി തൂകി ഏകാകിയാകും പൂർണ്ണേന്ദുവല്ലേ ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻ തുള്ളി തൂകി ഏകാകിയാകും പൂർണ്ണേന്ദുവല്ലേ താരുണ്യമേ മുത്താലമായി തേടുന്നുവോ ഗന്ധർവനെ എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻ തുള്ളി തൂകി ഹേമന്തരാവിൻ പൂന്തെന്നലല്ലേ ആരിന്നു നിൻ വള്ളിക്കുടിൽ വാതിൽ തുറന്നു ഹേമന്തരാവിൻ പൂന്തെന്നലല്ലേ ആനന്ദവും ആലസ്യവും പുൽകുന്നുവോ നിർമാല്യമായി എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു പഞ്ചബാണ നീഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം അറിയുന്ന പ്രായമായില്ലേ ഇനി മിന്നും പൊന്നും മണിയാൻ കാലമായില്ലേ എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു വെരി ഗുഡ്, വെരി ഗുഡ്. രമ്യ എങ്ങനെ പാടി കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. കുഴപ്പമില്ലാന്നുള്ളൂ. നന്നായി പാടിയില്ല. ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല വലിയ ടെൻഷനൊന്നുമില്ല പക്ഷെ ആ, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. ഓക്കെ ഔസേപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ചിത്ര വളരെ നന്നായിട്ട് പാടിയിരുന്നു. രമ്യ ഈ പാട്ട് പാടിയതില് ചിത്ര ചേച്ചീനെ ഇങ്ങനെ സിറോക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോലെ തോന്നിയിരിക്കും.
അതാണ് പറഞ്ഞത് സാറ്, ചിത്ര നന്നായി പാടിയെന്ന്. ഇതിപ്പോ ഒരു അഭിപ്രായം വേണോ? അതെ. ഞാൻ കണ്ണടച്ച് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ചിത്രനെ കേൾക്കാം ഒരുപാട് സ്ഥലം. പ്രത്യേകിച്ച് ആ ഹൈ പിച്ച് ഉണ്ടല്ലോ, അസാധ്യമാണ്. കാരണം അത് ചിത്രയും പാടുമ്പോൾ ഫോൾസാറ്റോ ആണ് പാടുന്നതെങ്കിൽ പോലും അതിങ്ങനെ എത്തിച്ച് പെർഫെക്റ്റായിട്ട് പാടി വിട്ടിരിക്കുകയാണ് പുല്ലുപോലെ. പക്ഷേ ടോൺ, ആ ഹൈ പിച്ചിൻ്റെ ടോൺ ചിത്രയുടെയും സ്പെഷ്യലായിട്ട് കേൾക്കാം. ഭയങ്കര ഹൈ പിച്ചാണ് പാടണേന്നുള്ളത്. അത് തന്നെ അതേപോലെ തന്നെ ആ ഹൈ പിച്ച് വളരെ അനായാസം പാടിയത്. ഒരിക്കലും എത്താത്ത ഒരു റേഞ്ചാണത്, പ്രത്യേകിച്ച് ഫീമെയിൽ വോയിസിന്. പിച്ച് നല്ല കൺസിസ്റ്റൻ്റ് ആയിരുന്നു. വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചില നോട്ടുകളൊക്കെ തന്നെ, പക്ഷെ അവിടെയും എക്സ്പ്രഷൻ കൊണ്ട് ചില സ്ഥലത്തൊക്കെ ചില ഭാവങ്ങൾ, ഐ മീൻ ദ ഡൈനാമിക്സ് യു ഹാവ് ഡൺ വെരി ബ്യൂട്ടിഫുള്ളി. ഈ പിച്ചിലും ഉള്ളത് പറയാനല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ആ കോറസ് പാടിയവരെവിടെ പോയി? എവിടെ പോയി? അവർ ആ ഒരു പോർഷനിലെ ആ ഒരു ഇത് നല്ല രസമായിട്ട് നല്ല ലയം ഉണ്ടായിരുന്നു അവരുടെ. യു ആൾസോ ജോയിൻ വിത്ത് ദം. Keep it up. All the best. രമ്യക്കുട്ടി, എന്തോ എന്താ പറയാ ഞാന്, അസലായിരുന്നു. കാരണം ഇത് ഇത്ര പാട്ട് പാടാൻ, ഈ പാട്ട് പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതാണ്, തേൻ തുള്ളി തൂകി, അങ്ങനെ തേൻ പോലെ ഉണ്ടായിരുന്നു. ആഹാ എന്ന് എഴുതി വെച്ചു ഞാൻ. അതേപോലെ വേറൊരു ആഹ എൻ്റെ ആനന്ദവും ആലസ്യവും. ആലസ്യമാണ് ആലസ്യവും വീണ്ടും ഒരു ആഹ ഞാൻ എഴുതി വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ആഹ എഴുതാൻ പോയാൽ കുറേ ആഹ എഴുതണമെന്ന് വെച്ചാൽ ഞാൻ വിട്ടു, പേനയൊക്കെ താഴെ ഇട്ടു. കാരണം ഇത് പാടാൻ അത്രയും നമുക്ക് ബ്രീത്ത് വേണം, അക്ഷരശുദ്ധി വേണം. രവീന്ദ്രൻ മാഷ അങ്ങനെ നല്ല അടിപൊളി ഒരു ശുദ്ധധന്യാസിയുടെ ബേസിൽ ഭയങ്കരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ട്. മേലെയുമുണ്ട്, റേഞ്ച് വേണം നല്ല. എന്താ ഇനി പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ടിടത്ത് സാറ് പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു ഷാർപ്പ് ആവുന്നോ എന്ന് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം നമുക്ക്, അത്രയേ ഉള്ളൂ. അതൊരു കണ്ണ് കിട്ടാതെ പോട്ടെ. എന്നാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സലന്റ്, ഗോഡ് ബ്ലെസ് യു. രഞ്ജിനി ചേച്ചി, ഇത് കൂടുതൽ ഞാൻ എന്ത് പറയണം? ഔസേപ്പച്ചൻ സാറ് ചിത്ര ചേച്ചിയായിട്ട് കമ്പയർ ചെയ്തു. ബിന്നി ചേച്ചി ഇത്രയും മനോഹരമായ, അപ്പൊ എനിക്ക് അതിൽ ഒരു കുറവും പറയാനില്ല. എസ്പെഷ്യലി 2 ഇംപ്രവൈസേഷൻ കയ്യിൽ നിന്ന് എടുത്തിട്ടതും അതിമനോഹരമായി. ലാസ്റ്റ് നിർത്തുമ്പോഴും ഒരെണ്ണം ഇട്ടു, ആദ്യത്തെ പല്ലവിയിലും ഒരെണ്ണം ഇട്ടു. അത് ഒന്ന് സ്വന്തം ഇട്ടതാണ്, 2 ഗ്രൂമേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്. നല്ലതാണ്. ഇംപ്രവൈസേഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. അമേസിങ്, ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പൊ നമുക്ക് ഇനി ഇത്രയും നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടാണ് ടെൻഷൻ അടിച്ച് നിന്നത്. അതെ, ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, അതെ. രമ്യയുടെ കുട്ടി വന്നിട്ടുണ്ട്, അപ്പൊ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ എന്ന്. പ്ലീസ്. കുട്ടിയും അച്ഛനും ഉണ്ട്. ഹലോ, എന്താ പേര്? ഹലോ വാവേ. വാവയുടെ പേരെന്താ? കാശിനാഥ്. എല്ലാരെയും അറിയാം, പേരൊക്കെ എല്ലാവരുടെ. ആണോ? എന്റെ പേരെന്താ? എന്റെ പേര് പറയൂ. ആ റെഡ് ഇട്ടേക്കുന്നത് ഇവിടെ. എന്റെ പേരെന്താ? ചേച്ചി. ചേച്ചി, താങ്ക് യു. എന്റെ പേര് പറയാൻ പറ്റുന്നില്ല. എന്റെ പേര് പറയൂ. ഔസേപ്റ്റ സാറ്. പറഞ്ഞോ? ബിന്നി ആന്റി. താങ്ക് യു. അതിനൊരു ആ പോരല്ലോ, നിങ്ങളെന്താ ആയോദിട്ടില്ലല്ലോ. മീനാക്ഷി. ഇനി ഇവര് രാധിക ആന്റി. എല്ലാരും അറിയാം. സ്ഥിരം ഇരുന്ന് കാണും. സ്പെഷ്യലാണ്. അല്ല, പാട്ട് പാടുവോ? ചെറിയ ആള് പാടും. ഇപ്പത്തെ ഒരു ഇതിൽ എനിക്ക് അറിഞ്ഞൂടാ. 4 വരി നമുക്കൊരു ലൈറ്റ്സ് ഒക്കെ കണ്ട കാക്കേ കൂടെ എവിടെ തുടങ്ങിയുള്ള കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. കായത്തത്തിൽ ഒരു മുത്തശ്ശി പൊട്ട ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളിൽ മാമന്ത് ചഞ്ചാത്, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി
അച്ചിങ്ങ മച്ചിങ്ങ ബീച്ചിങ്ങ. ഗുഡ് ഗുഡ്. കറക്റ്റ് കഴിഞ്ഞു. ലിറിക്സിലാണ് അതെ കോൺസെൻട്രേഷൻ. അതെ ലിറിക്സ് ക്ലിയർ ഞാൻ ആയിട്ട്. പഠിച്ച 2 പാട്ടും കാക്ക പൂച്ചയുടെ ലിറിക്സ് ഫുൾ അറിയാം. വെരി നൈസ്. സ്പെഷ്യൽ ആണ് കേട്ടോ, സ്പെഷ്യൽ. ഞാൻ അതുപോലെ എന്തിനായതിന്റെ ഒരു വാക്ക് അങ്ങോട്ട് മാറിയാ പറയും, ആരുന്നതിന് സ്വപ്നങ്ങളിൽ തേൻ തുള്ളി തൂകിയാണെങ്കിൽ ഞാൻ വേറെയാ പാടുന്നെങ്കിൽ അതല്ല തേൻ തുള്ളി തൂകിയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ? അമ്മ ചരണത്തിൽ അത് മാറ്റിയാണ് പാടിയത്. ഞാൻ ശ്രദ്ധിച്ചു. സാറേ നമുക്ക് ഒരു അരമാർക്ക് കുറച്ചല്ലോ. അതിന് ആർക്കും ഇവിടെ മാർക്ക് കുറച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ മോൻ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. മോന് നമ്മുടെ ഫിറ ഫുഡ്സിന്റെ ഓട്സ് കൊടുക്കണം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഒക്കെ ഉണ്ട്. ടൊമാറ്റോ ചീസ് ഫ്ലേവർ ഉണ്ട്, അതുപോലെ തന്നെ മഷ്റൂം ഫ്ലേവർ ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ഫുഡിന്റെ കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ചെല്ലുമ്പം അവർക്ക് ഒരുപാട് ഹെൽത്തി ആണ്. അപ്പൊ മോൻ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അച്ഛന്റെ പേരെന്താ? രമേശ്. 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 ഞങ്ങൾ 2 പെൺകുട്ടികളാ. അപ്പം കഷ്ടപ്പെട്ട് ഒരു 10-23 വയസ്സ് തൊട്ട് റബ്ബർ ടാപ്പിംഗ് ആണ്. അപ്പൊ അത്രയും നാൾ കഴിഞ്ഞ വർഷം വരെ റെസ്റ്റ് ഇല്ലാതെ കഷ്ടപ്പെട്ട് നമ്മളെ ഒരു നിലയിൽ എത്തിക്കാൻ. നമുക്കൊരു ജോലി വേണമെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. നമ്മൾ എങ്ങനെയെങ്കിലും സേഫ് ആയി കഴിഞ്ഞാൽ പാരന്റ്സിന് അത് ഒരുപാട് സന്തോഷമായിരിക്കും. പിന്നെ പ്രശ്നമില്ല, നമ്മൾ റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേതായാലും 2 വർഷം മുമ്പ് എനിക്ക് ജോലി കിട്ടിയത്. അതിനുശേഷം അച്ഛൻ പണിയൊക്കെ നിർത്തിയതും അത് വലിയ സന്തോഷം. ഇങ്ങനെ ഒരിടത്ത് വന്ന് നിർത്താൻ പറ്റി. അതേപോലെ മോള് മുഖേന അച്ഛൻ വലിയൊരു സ്റ്റേജില് അച്ഛൻ വന്നു. അത് എന്താണെങ്കിലും വളരെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. സ്റ്റേജ് മോക്ക് പാടാൻ പറ്റിയതിൽ ഫ്ലവേഴ്സ് ചാനലിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചടങ്ങിലേക്ക് കടക്കാം. രമ്യക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 ഔട്ട് ഓഫ് 97. ഗുഡ് മാർക്സ്. കഴിഞ്ഞ റൗണ്ടിൽ എത്രയാണ് രമ്യ കിട്ടിയത്? 95.5. അപ്പൊ 97 ആയി ഈ റൗണ്ടില്. ഗ്രേറ്റ്, നല്ല ഇംപ്രൂവ്മെന്റ് ആണ്. രണ്ടാം ഘട്ടത്തിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല മാർക്കാണ് നേടിയിട്ടുള്ളത്. അപ്പൊ റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അച്ഛാ, താങ്ക് യു. ബൈ ബൈ. മീനാക്ഷി, നമുക്ക് അടുത്ത മത്സരത്തിൽ സ്വാഗതം ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ കുറച്ച് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു IS സ്കോർ വന്ന ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ, ടോപ്പ് പെർഫോമർ. അതെ, ആ ചടങ്ങിലോട്ട് കിടക്കാം. കടക്കാം. അപ്പൊ ഇതുവരെ പാടിയവരിൽ ഒരു ടോപ്പ് പെർഫോമർ ഉണ്ട്. ആരാന്നറിയോ? ഇല്ല, മീനാക്ഷി പറഞ്ഞോളൂ. എനിക്കറിയാം. ലെറ്റ്സ് വെൽക്കം രമ്യ. ഹലോ രമ്യ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് ലവേഴ്സ് നൽകുന്ന സമ്മാനം നമ്മുടെ സ്പെഷ്യൽ പാർട്ട്ണർ ആണ് കേട്ടോ. സന്തോഷായോ? ഓക്കെ, ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ടോപ്പ് പെർഫോമർ ആവണം. ഇതേപോലെ സമ്മാനങ്ങൾ വാരി കൂട്ടുക. കോട്ടെ അല്ല കേട്ടോ. ഓക്കെ, കോട്ടെ. ഓൾ ദി ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കാണ്. കാരണം നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. വിഷമായോ നിങ്ങൾക്ക്? വിഷമായി, കുഴപ്പമില്ല, നമുക്ക് നാളെ അടുത്ത ദിവസം കാണാം കേട്ടോ. കേട്ടോ. നന്നായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.